ഹലോ, സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ എക്സാം, അതായത് 16/10/2025 നടന്ന സ്റ്റോർ കീപ്പർ 10th ലെവൽ എക്സാമിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ എക്സ്പ്ലനേഷൻ വീഡിയോസ്, അതായത് എക്സാം നടന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ആദ്യം മനസ്സിലാക്കണേ മക്കളെ. എപ്പോഴും നമ്മൾ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളെക്കുറിച്ചും ഒരു ധാരണയുള്ള ക്ലാസ് കണ്ടു കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ്, അല്ലാതെ പഠിക്കാൻ തുടങ്ങിയ കുട്ടികളെ ഉദ്ദേശിച്ചല്ല. ഈ പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ ആകെ 2, 3, 4, 5 ചാപ്റ്ററുകളെ പഠിച്ചിട്ട് കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ ഓരോ ചോദ്യത്തിന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാത്ത ചാപ്റ്ററിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻസ് വരും, ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് ബേസ് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാതായിപ്പോയി. ഇപ്പോൾ എക്സാമ്പിൾ, ടൈം ആൻഡ് വർക്ക് പഠിക്കാത്ത ഒരാളാണ്. ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു കണക്ക് ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റോ ലോജിക്കോ ഒന്നും അറിയത്തില്ലാതെ ഒരു കണക്ക് മാത്രമായിട്ടങ്ങ് പറഞ്ഞു തരുമ്പോൾ അത് പഠിക്കാത്ത ഒരാൾക്ക് അത് കണക്റ്റ് ആവാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എപ്പോഴും എക്സ്പ്ലനേഷൻ വീഡിയോസ് കുറച്ച് നാളായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് എല്ലാ ടോപ്പിക്കും തീർത്തിട്ട് നമുക്ക് റീസെൻറ്റ് PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. ആ പ്ലേലിസ്റ്റിലാണ് ഈ വീഡിയോസ് വരുന്നത്. ആ പ്ലേലിസ്റ്റിലെ ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വർക്കൗട്ട് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പുതിയതായിട്ട് കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാവാതെ വന്നാൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ കാര്യം കേട്ടോ. കുറച്ചായിട്ട് പഠിക്കുന്ന സീനിയർ കുട്ടികളെ ഉദ്ദേശിച്ചാണ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം, 7 സംഖ്യകളുടെ ശരാശരി 31 അല്ലേ? 7 സംഖ്യകളുടെ ശരാശരി 31 ആണെങ്കിൽ 7 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 7 × 31. 7 സംഖ്യകളുടെ ശരാശരിയാണ് 31. അപ്പോൾ 7 സംഖ്യകളുടെ തുക 7 × 31. നമുക്ക് 217 എന്ന് കിട്ടും. കാരണം തുക കാണാനുള്ള ഇക്വേഷൻ ശരാശരി ഇൻറ്റു എണ്ണമാണ്. ഓക്കെ, ശരാശരി 31 ആണെങ്കിൽ തുക ശരാശരി ഇൻറ്റു എണ്ണം 31 × 7 217 ഓക്കെ, 39 എന്ന സംഖ്യ കൂടി ചേർത്താൽ 8 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 7 സംഖ്യകളുടെ തുക 217 ആണോ മക്കളെ? ഇതിൻ്റെ കൂടെ 39 എന്ന സംഖ്യ കൂടി ചേർത്തു. ഇപ്പം തുക എത്രയാ? 217 + 39 ശരിയാണോ? 217ൻ്റെ കൂടെ 39 കൂടെ കൂട്ടുമ്പം നമുക്ക് 256 കിട്ടും. ഇതാണ് ഇപ്പോൾ 8 സംഖ്യകളുടെ തുക. ഇനി 8 സംഖ്യകളുടെ ശരാശരി കാണാൻ ചോദിച്ചാൽ 8 സംഖ്യകളുടെ തുകയായ 256 എണ്ണം. എണ്ണം എന്ന് പറഞ്ഞാൽ 8. 256/8 എന്നതിൻ്റെ ആൻസർ നമുക്ക് 32 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കുഞ്ഞുങ്ങളെ, 32. സിമ്പിളായിട്ടാണ് ചെയ്തത്, ഒന്നുമില്ല. 7 സംഖ്യകളുടെ ശരാശരി 31 ആണെങ്കിൽ 7 സംഖ്യകളുടെ തുക 7 × 31 217. ഇനി 39 എന്ന സംഖ്യ കൂടി ചേർത്താൽ 217 39 256 ഇപ്പോൾ 8 സംഖ്യകളുടെ തുക. ഈ 8 സംഖ്യകളെ ശരാശരി കാണാൻ തുക എണ്ണം 256/8 32 കിട്ടും. സിമ്പിളാണേ. മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 5/1 - √3 വില. ഇതൊന്ന് ശ്രദ്ധിച്ചോണം മക്കളെ. ഇത് ഇടയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് പലർക്കും കിട്ടാതെ വരുന്ന എക്സ്പോണൻസ് കൃത്യങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. 5 / 1 - √3 വില കാണണം അല്ലേ? ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മെതേഡ് ശ്രദ്ധിച്ചോണം, പഠിച്ചോണം. താഴെ കിടക്കുന്ന സംഖ്യയുടെ കോഞ്ചുഗേറ്റ് ഓപ്പോസിറ്റ് ചിഹ്നം ഉള്ളതുകൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പോൾ 1 - √3യുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1 + √3. 1 + √3 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം ആദ്യം. യെസ്, നമുക്ക് 1 + √3 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കാം. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ മുന്നോട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ്. 5/1 - √3 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 1 - √3യുടെ ഓപ്പോസിറ്റ് 1 + √3 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. ഓക്കെ അല്ലേ? 1 + √3 ആണ് താഴെയെങ്കിൽ 1 - √3 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. താഴെ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പോൾ മുകളിൽ എന്ത് വരും? 5 × 1 + √3 എന്ന് വരും. താഴെ എന്ത് വരും കുഞ്ഞുങ്ങളെ? താഴെ എന്ത് വരും? ഇത് നോക്കിക്കേ നിങ്ങൾ. ഇത് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 1 - √3 × 1 + √3 എന്നാണ് വരുന്നത് അല്ലേ?
ഇത് മക്കളെ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ മക്കളെ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ ഇത്? ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് തുല്യമല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3യുടെ സ്ക്വയറിന് തുല്യമാണ്. കണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. മുകളിൽ 5 ഇൻറ്റു 1 പ്ലസ് √3 കിടപ്പുണ്ട്. ആണോ? ഡിവൈഡഡ് ബൈ താഴെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് √3യുടെ സ്ക്വയർ 3 ആണ്. അപ്പോൾ ആൻസർ 5/2 അല്ലേ? അവിടെ മൈനസ് ഉണ്ട്, മൈനസ് കോമൺ ആയിട്ട് എടുക്കാം. 1 പ്ലസ് √3 എന്ന് കിട്ടും. -5/2 1 പ്ലസ് √3. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരവായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ച ഈ ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് കണ്ടോ? 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് √3യുടെ വില കാണണം. ഇതാണ് ചോദ്യം. ഇങ്ങനെ വന്നാൽ 1 പ്ലസ് √3 കൊണ്ട് മുകളിലും താഴെ ഗുണിക്കണം. ഓക്കെ, അപ്പോൾ മുകളിൽ 5 ഇൻറ്റു 1 പ്ലസ് √3 എന്ന് വരും. താഴെ കണ്ടോ 1 മൈനസ് √3 ഇൻറ്റു 1 പ്ലസ് √3 എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിക്ക് തുല്യ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് തുല്യ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് ഇവിടെ 1 സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് √3 √3യുടെ സ്ക്വയർ. റൂട്ടിന് മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടും ക്യാൻസൽ ആകും, 3 അവശേഷിക്കും. 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് -2 എന്നാണ് കിട്ടുന്നത്. ആ മൈനസ് കോമൺ ആയിട്ട് എടുക്കാം. -5/2 ഇൻറ്റു 1 പ്ലസ് √3 എന്ന് വരും കേട്ടോ. അടുത്ത ചോദ്യം, വൃത്താകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ വ്യാസം 49 മീറ്റർ. കളിസ്ഥലം ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ വ്യാസം 49 മീറ്റർ ആണ്. ഇതാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ, റേഡിയസിൻ്റെ ഇരട്ടിയാണ്. മീറ്ററിന് 40 പൈസ നിരക്കിൽ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ എത്ര രൂപയാണ്? ചുറ്റും വേലി കെട്ടുന്നതിനാവശ്യമായ നീളം ചുറ്റളവാണ്. അപ്പോൾ ഈ കളിസ്ഥലത്തിൻ്റെ ചുറ്റളവാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആണോ? കളിസ്ഥലത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ ചുറ്റളവാണ്. ഇക്വേഷൻ 2πr എന്നാണ്. ഇതിനെ എനിക്ക് πd എന്ന് എഴുതാം. കാരണം എന്താ? 2r എന്ന് പറഞ്ഞാൽ 2 റേഡിയസ്, 2r എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന് തുല്യമാണ്. അപ്പോൾ 2πrനെ π ഇൻറ്റു ഡയമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ചുറ്റളവ് ചെയ്യുമ്പോൾ പൈയുടെ വില 22/7 ആണ്. ഓക്കെ, ഡയമീറ്റർ നമുക്കറിയാം 49 ആണ്. ശരിയല്ലേ? ഇതും വെട്ടിപ്പോയി 7. 22 ഇൻറ്റു 7 എന്ന് വരും. ശരിയാണോ മക്കളെ? 154 മീറ്റർ എന്ന് കിട്ടും ചുറ്റുമുള്ള നീളം, ചുറ്റളവ്. കളിസ്ഥലത്തിൻ്റെ ചുറ്റളവ് 154 മീറ്ററാണ്. അപ്പോൾ 154 മീറ്ററാണ് എന്ത് ചെയ്യേണ്ടത്? വേലി കെട്ടേണ്ടത്. ഇനി 1 മീറ്ററിന് 40 പൈസയാകും. അങ്ങനെയെങ്കിൽ 154 മീറ്ററിന് എത്ര രൂപയാകും? ഓക്കെ, 1 മീറ്ററിന് 40 പൈസ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് മക്കളെ? 40 പൈസ എന്ന് പറഞ്ഞാൽ 40/100 റുപ്പീസാണ്. പൈസേനെ രൂപയിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം 154 മീറ്ററിന് എത്ര രൂപ ചിലവാകുന്നറിയാൻ 154 ഇൻറ്റു 1 മീറ്ററിന് ചിലവാകുന്നത് 40 ഡിവൈഡഡ് ബൈ 100 രൂപയാണ് അല്ലേ? 40 പൈസ എന്ന് പറഞ്ഞാൽ 0.4 റുപ്പീസാണ്. അങ്ങനെ ഓർത്താലും മതി. 40 പൈസ 0.4 റുപ്പീസ്. 40/100 ചെയ്യുമ്പോഴാണ് പൈസ രൂപയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എത്ര രൂപയാകുന്നല്ലേ ചോദ്യം. ഉത്തരം പൈസ കിട്ടിയാൽ പോരല്ലോ. 154 മീറ്ററിനുണ്ട്. 1 മീറ്ററിന് 0.4 രൂപയാകും. അപ്പോൾ 154 മീറ്ററിന് 154 ഇൻറ്റു 0.4. 0.4 ആണ് 40/100 അല്ലേ? ഓക്കെ, ഇത് ചെയ്യുമ്പം 154 40 കൂടെ അങ്ങ് ഗുണിക്കാം. 154 40 ഗുണിക്കുമ്പം 61 60 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. 61.6 എന്ന് ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ, കറക്റ്റ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ചിലപ്പോൾ ഇതിൽ ചെറിയൊരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഈ ചെയ്ത സ്റ്റെപ്പൊക്കെ ചെറിയ സംശയമാവും. ഓക്കെ, ആദ്യം ചുറ്റും വേലി കെട്ടുന്നതിനാവശ്യമായ നീളം ചുറ്റളവാണ്. 2πr ആണ് വൃത്തത്തിൻ്റെ ചുറ്റളവ്. ഈ 2r ചേർത്ത് d എന്ന് എഴുതാം. അതുകൊണ്ടാണ് πd എന്ന് വന്നത്. πd എന്ന് പറയുമ്പോൾ 154 മീറ്ററാണ് ചുറ്റളവ്, ചുറ്റുമുള്ള നീളം എന്ന് കിട്ടും. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റുമുള്ള നീളം 154 മീറ്ററാണ്. 1 മീറ്ററിന് 40 പൈസയാണ്. 40 പൈസ എന്ന് പറഞ്ഞാൽ 40/100 0.4 രൂപയാണ്. 40 പൈസ എന്ന് പറഞ്ഞാൽ 0.4 റുപ്പീസാണ്. പൈസേനെ രൂപയിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം 1 മീറ്ററിന്
40 പൈസ. ഇപ്പം 154 മീറ്ററിന് 154 ഇൻറ്റു 40 പൈസേനെ രൂപയിലേക്ക് മാറ്റി 40/100 അല്ലേ. സോ ഇത് ഗുണിച്ചു ബൈ 100 ചെയ്തു. 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിന്റ് അടുത്തോട്ട് മാറ്റണം. 61.6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 12% കിഴിവ് ലഭിച്ച ശേഷം ഒരാൾ 330 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങും. അപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കഡ് പ്രൈസിൽ നിന്നാണല്ലോ കിഴിവ് ലഭിക്കുന്നത്. മാർക്കഡ് പ്രൈസിൻ്റെ 12% കിഴിവ് കഴിച്ച് മാർക്കഡ് പ്രൈസിൻ്റെ 88% എന്ന് പറയുന്നതാണ് 330 രൂപ. കണ്ടോ, മാർക്കഡ് പ്രൈസിൽ നിന്ന് 12% കിഴിവ് വാങ്ങി 330 രൂപയ്ക്ക് വാങ്ങി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മാർക്കഡ് പ്രൈസിൻ്റെ 88% 330 രൂപ. ഇനി അടയാളപ്പെടുത്തിയ വില എത്രയെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് പ്രൈസ് എത്ര എന്നാണ് കാണണ്ടേ. അപ്പം 100% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ ഉത്തരവാകും. മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് മക്കളെ 12% ഡിസ്കൗണ്ട് കിട്ടുന്നത്, ആണോ? അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ 88% 330. ഇനി മാർക്കറ്റ് പ്രൈസ് കാണാൻ 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാലോ. 100 ഇൻറ്റു 330 ഡിവൈഡഡ് ബൈ 88. 11 വെച്ച് വെട്ടിക്കളയാം 8 തവണ, 11 വെച്ച് 3 30 തവണ, 2 വെച്ച് വെട്ടാം 15 തവണ, 2 വെച്ച് വെട്ടുമ്പോൾ 4 തവണ, 4ഉം 100ഉം വെട്ടിക്കളയാം 25 ഇൻറ്റു 15 നമ്മുടെ ഉത്തരം. 25 ഇൻറ്റു 15 നമ്മുടെ ഉത്തരം 375 രൂപയായിരുന്നു മാർക്കറ്റ് പ്രൈസ് എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. മക്കളെ, 12% കിഴിവ് ലഭിക്കുന്ന എവിടുന്ന? കിഴിവ് എന്നത് മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 12% കിഴിവ് കഴിച്ച് 330 രൂപയ്ക്ക് അയാൾ വാങ്ങി. അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ 88% 330. മാർക്കറ്റ് പ്രൈസിൻ്റെ 100% എത്രയാണോ അതാണ് മാർക്കറ്റ് പ്രൈസ്. 88% 330 ആണെങ്കിൽ 100% എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ഇതും പിന്നെ വന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതും എക്സ്പോണൻസ് കൃത്യംഗങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. ശ്രദ്ധിച്ചിരുന്നോണം, മനസ്സിലാക്കിക്കണം. 81 എന്ന് പറഞ്ഞാൽ 9ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 81നെ 9ൻ്റെ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, റേസ് ടു -4. ഓക്കെ, ഡിവൈഡഡ് ബൈ 729 9ൻ്റെ ക്യൂബാണ്. അങ്ങനെ എഴുതി റേസ് ടു 2 - x. ഓക്കെ, ഈ പാർട്ട് തൽക്കാലം ഞാൻ എഴുതുന്നില്ല, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഈ സൈഡ് ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇനി നമുക്കറിയാം പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ ഇത് എത്രയാ? 9 റേസ് ടു -8 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെയും പവറിൻ്റെ മുകളിൽ പവർ വന്നു, ഇതിൻ്റെ മുകളിൽ പവറിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നാൽ ഇവ തമ്മിൽ ഗുണിക്കണം, ആണോ? അപ്പോൾ ആ 9 അങ്ങനെ തന്നെ എഴുതി. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 3 × 2 6 ആണ്. -3 × x 3x ആണ്. ഓക്കെ, ഇനി വീണ്ടും ചെയ്യാം. ഇവിടെ നോക്കിക്കേ, a റേസ് ടു m ഡിവൈഡഡ് ബൈ a റേസ് ടു n എന്നുള്ളതാണ്. ഇങ്ങനെ വന്നാൽ പവറുകൾ തമ്മിൽ കുറയ്ക്കണം എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 9 റേസ് ടു -8 -6 - 3x എന്ന് വരും. ഓക്കെ, അപ്പോൾ വീണ്ടും 9 റേസ് ടു -8 മൈനസ് അകത്തേക്ക് ഗുണിക്കുമ്പോൾ -6 + 3x എന്ന് വരും. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് സൈഡിലെ ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡ് 9 റേസ് ടു 4x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ എല്ലാത്തിൻ്റെയും കൂടെ ഉത്തരം ഇതാണ്. ഇത് ഈക്വൽ ടു റൈറ്റ് സൈഡ് 9 റേസ് ടു 4x ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം താഴ്വശം 2 9 ഇത് രണ്ടും ഈക്വലുമാണ്. അപ്പം മുകൾ വശം രണ്ടും തുല്യമാവണം അല്ലേ? അപ്പം മുകൾ വശം രണ്ടും ഇക്വേറ്റ് ചെയ്യാം. -8ഉം -6ഉം കൂടെ ചെയ്യുമ്പോൾ -14 എന്നാണ് കിട്ടുന്നത്. +3x ഈക്വൽ ടു 4x എന്ന് വരും. ഈ 3x ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും -14 ഈക്വൽ ടു 4x - 3x 1x എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില -14 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഇത് കുറച്ച് അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എന്തുകൊണ്ടാണ് സാർ ഇവിടെ 9 സ്ക്വയർ ആണെന്നും 9 ക്യൂബ് ആണെന്നൊക്കെ എടുത്തേ? മക്കളെ, ഇവിടെ 9ൻ്റെ ബേസിലല്ലേ ഇവിടെ കിടക്കണേ അല്ലേ? അപ്പോൾ ഇതിനെയെല്ലാം 9ൻ്റെ ബേസിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ഓക്കെ ആണോ? ഇത് 9 സ്ക്വയർ ആണ് 81, 9 ക്യൂബ് ആണ് 729. കണ്ടോ? ഇനി പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഇവ തമ്മിൽ ഗുണിക്കണം.
കണ്ടോ, അതാണ് ഈ -8. ഇവ തമ്മിൽ ഗുണിച്ചതിൻ്റെ വിലയാണ് ഈ കാണുന്നത്. ഇനി a⁻m/a⁻n ആണെങ്കിൽ പവറുകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ 9 അങ്ങനെ തന്നെ എഴുതി, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. -8 മൈനസ്, ഈ മൈനസ് അകത്തേക്ക് ഗുണിക്കുമ്പോൾ -6ഉം ഇത് +3x ആവും. അതാണ് ഇങ്ങനെ വന്നത്. ഇനി ഇതിൻ്റെ -8ഉം -6ഉം കുറയ്ക്കുന്നതാണ് -14 + 3x = ഈ 4xന് തുല്യമായിരിക്കണം. കാരണം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ ലസാഗു ഉസാഗ യഥാക്രമം 108ഉം 9ഉമാണ് എങ്കിൽ ഒരു സംഖ്യ 27 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ. നമുക്കറിയാം LCM × HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പറിന് തുല്യമായിരിക്കും. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. സോ LCM × HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 108 എന്ന് കിട്ടും. HCF എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. LCM 108, HCF 9 = ഫസ്റ്റ് നമ്പർ 27 ആണെന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് നമ്പർ കാണണം. ശരിയല്ലേ മക്കളെ? സെക്കൻഡ് നമ്പർ കിട്ടാൻ 108 × 9/27 ചെയ്താൽ മതി. ഈ 27 താഴേക്ക് വരും. ഇതും വെട്ടിപ്പോകും 3 തവണ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് നമ്പർ നമുക്ക് എത്ര കിട്ടും? ഈ 3ഉം 108ഉം കൂടെ അങ്ങ് വെട്ടാം. 3 36 എന്ന് കിട്ടും അല്ലേ? 10ൽ 3 തവണ 18ൽ 6 തവണ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 36. ചെയ്തത് ക്ലിയർ ആണോ? ആണ്. എങ്കിൽ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 75 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസം? ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസം എന്ന് കണ്ടുപിടിക്കാൻ 75 ദിവസത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നോക്കണം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം. 75നെ 7 കൊണ്ട് ഹരിക്കുമ്പം 5ആണ് ശിഷ്ടം കിട്ടുന്നത്. അപ്പോൾ 75 ദിവസത്തിൽ 5 ഒറ്റ ദിവസമുണ്ട്. എത്ര ഒറ്റ ദിവസം ഉണ്ടോ അത് തന്നിരിക്കുന്ന തിങ്കളാഴ്ചയോട് കൂട്ടുന്നതായിരിക്കും ഉത്തരം. തിങ്കൾ +5, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ ഉത്തരം ശനിയാണ്. ക്ലിയർ ആണോ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശനിയാഴ്ച. ഓക്കെ, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസം എന്ന് ചോദിച്ചാൽ 75 ദിവസത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നോക്കണം. 70, 7ൻ്റെ മൾട്ടിപ്പിൾ ബാക്കി 5 ഒറ്റ ദിവസമുണ്ട്. അത് തിങ്കളാഴ്ചയോട് കൂട്ടി എഴുതണം. അടുത്തത് 2, 8, 18, 32 ഡാഷ്. എത്ര കൂടി? 6. ഇതെത്ര കൂടി? 10. ഇതെത്ര കൂടി? 28, 14 അല്ലേ? അപ്പോൾ ഇനി എത്ര കൂടണം? 6 കൂടി 10 കൂടി 14 കൂടി ഇനി 18 കൂടണം അല്ലേ? 32 + 18 എത്ര കിട്ടും? ആൻസർ 50. 50 ഓപ്ഷനിൽ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 50. ഓക്കെ, മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. A729, ഓക്കെ, G343, ഓക്കെ, ഡാഷ് അറിയില്ല. S27. നമുക്കിതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതാം. A1 G7, S1 7 19 അപ്പോൾ 1 7 ആയെന്ന് പറഞ്ഞാൽ 6 കൂടി 6 കൂടി കഴിയുമ്പോൾ 13 വരണം. 13 6 കൂടി കഴിയുമ്പോൾ 19. കണ്ടോ, ശരിയാവുന്നില്ലേ? അപ്പോൾ 13ാമത്തെ ലെറ്ററാണ് വരണ്ടേ. 13ാമത്തെ ലെറ്റർ എം. കണ്ടോ, 1 7 ആയി. ഇത് 13ഉം ഇത് 19ഉം ആണെങ്കിൽ 6 6 കൂടി പോകും. എല്ലാം ശരിയാകും. അപ്പോൾ എനിക്ക് മനസ്സിലായി 13ാമത്തെ ലെറ്റർ എം ആണ് ഇവിടെ വരണ്ടേ. ശരി. ഇനി ഇതെന്ന് പറഞ്ഞാൽ 9ൻ്റെ ക്യൂബാണ്. ഇത് 7ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ ഇനി വരേണ്ടത് 5ൻ്റെ ക്യൂബാണ്. ഇവിടെ 3ൻ്റെ ക്യൂബ്. കണ്ടോ, അപ്പോൾ 5ൻ്റെ ക്യൂബ് 125 അല്ലേ മക്കളെ? അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, M 125 എന്ന് വരും. മുന്നോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദശാംശ സംഖ്യകൾ കൂട്ടുന്നതാണ്. 7 ഉണ്ട്, 0.7 ഉണ്ട്, 0.007 ഉണ്ട്, 0.0007 ഉണ്ട്. കണ്ടോ, 7, 0.7, 0.007, 0.0007 ഉണ്ട്. എല്ലാം കൂടെ കൂട്ടാം. ഇത് 7, ഇത് 7,
ഇത് 0, ഇത് 7 പോയിൻ്റ്, ഇത് 7 അല്ലേ? ആൻസർ 7.7077. ഓപ്ഷൻ എ ആണ് 7.7077. അപ്പം നമ്മുടെ എത്ര ക്വസ്റ്റ്യൻസ് തീർന്നു? 10 ക്വസ്റ്റ്യൻസ് തീർന്നു. ക്ലിയർ ആണോ മക്കളെ? ഈ ചോദ്യങ്ങൾ, കൺസെപ്റ്റുകൾ, കാര്യങ്ങൾ, അതിൽ 2-3 ചോദ്യങ്ങൾ നല്ലതായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.